നമസ്കാരം. വെടിനിർത്തൽ ധാരണയുടെ അവസാന നിമിഷങ്ങൾ മണൽ പോലെ ഒലിച്ചു പോകുമ്പോൾ ലോകം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിന്റെ അരികിൽ നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇത് ഇനി ഒരു സാധാരണ ഭൂരാഷ്ട്രീയ തർക്കമല്ല. ഇത് ശക്തിയും നിയന്ത്രണവും പ്രതികാരവും തമ്മിലുള്ള തുറന്ന പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സമാധാനത്തിന് വഴിയൊരുക്കണമെന്ന് കരുതിയ ചർച്ചകൾക്ക് മുൻപേ തന്നെ ഇറാൻ പിന്മാറിയെന്ന സൂചനകൾ ഇപ്പോൾ ആഗോള ആശങ്കയെ ഇരട്ടിപ്പിക്കുകയാണ്. വെടിനിർത്തൽ ധാരണ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയുമായുള്ള ചർച്ചകൾക്കായി ഇറാൻ തങ്ങളുടെ പ്രതിനിധിയെ പാകിസ്ഥാനിലേക്ക് അയക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിൽ ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിലേക്കുള്ള യാത്രയിലാണ് എന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ചർച്ചകൾ നടക്കില്ല എന്ന സൂചനകൾ പുറത്തു വന്നതോടെ ഇറാനെ അനുനയിപ്പിക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന ഔദ്യോഗിക പ്രതികരണം ഇറാൻ നൽകിയിട്ടില്ല എങ്കിലും ഹോർമൂസിലെ ഇടപെടലിൽ ഇറാന് അതൃപ്തിയുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. തിരിച്ചടിക്കുമെന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പാകിസ്ഥാനിൽ നടക്കേണ്ട ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതേസമയം ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20,000 സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത്. മുന്നറിയിപ്പ് വയ്ക്കാതെ തങ്ങളുടെ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നാവികസേന കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്തത് എന്നതായിരുന്നു ട്രംപ് നൽകിയ വിശദീകരണം. തൗസ്ക എന്ന ഇറാനിയൻ ചരക്കുകപ്പലാണ് USS സ്പ്രൂവൻസ് എന്ന യുദ്ധക്കപ്പൽ ഉപയോഗിച്ച് പിടിച്ചെടുത്തത്. ഇറാനിയൻ ചരക്കുകപ്പൽ പിടിച്ചെടുത്തതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുമുണ്ട്. US-ന്റെ കടൽ കൊള്ളയാണെന്നും വെടിനിർത്തലിന്റെ ലംഘനമാണെന്നും തിരിച്ചടിക്കുമെന്നും ഇതോടെ ഇറാൻ പ്രതികരിച്ചു. ഇതോടെയാണ് പശ്ചിമേഷ്യ സംഘർഷത്തിന് അറുതി വരുത്താനുള്ള ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ചർച്ചകൾക്ക് ഇറാൻ അവരുടെ പ്രതിനിധിയെ അയക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിന്റെ അർത്ഥം വളരെ ഗൗരവമുള്ളതാണ്. അത് വെറും നയതന്ത്ര നിലപാട് മാത്രമല്ല, അതൊരു സന്ദേശമാണ്. സമ്മർദ്ദത്തിന് കീഴടങ്ങില്ല എന്ന ഇറാന്റെ ഉറച്ച പ്രഖ്യാപനം. മറുവശത്ത് അമേരിക്ക തങ്ങളുടെ സൈനിക രാഷ്ട്രീയ സമ്മർദ്ദം കുറയ്ക്കാൻ തയ്യാറല്ല എന്നതും വ്യക്തമാണ്. ഈ രണ്ടു നിലപാടുകൾ ഏറ്റുമുട്ടുമ്പോൾ സമാധാനത്തിന്റെ ഇടവഴികൾ ചുരുങ്ങുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ എണ്ണ ശക്തിയുടെ ശ്വാസയന്ത്രം ഇപ്പോൾ യുദ്ധത്തിന്റെ സൂക്ഷ്മരേഖയായി മാറിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഓരോ നീക്കവും, ഓരോ ആക്രമണവും, ഓരോ സൈനിക സാന്നിധ്യവും ലോക വിപണികളെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും വിറപ്പിക്കുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്ത സംഭവം ഈ സംഘർഷത്തെ വെറും വാക്കുകളുടെ യുദ്ധത്തിൽ നിന്ന് സൈനിക വലയം വരെ എത്തിച്ചിരിക്കുകയാണ്. ഇറാൻ ഇതിനെ യുദ്ധലംഘനമായി കണക്കാക്കുമ്പോൾ അമേരിക്ക അതിനെ സുരക്ഷാ നടപടി എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇവിടെ സത്യത്തിനും വ്യാഖ്യാനത്തിനും ഇടയിൽ തന്നെ വലിയൊരു വിടവ് കാണാം. ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്താണ്? യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അതേസമയം സമാധാനവും ഉറപ്പായിട്ടില്ല. ഒരു താൽക്കാലിക നിശബ്ദത മാത്രമാണ് നിലവിലുള്ളത്. എന്നാൽ ആ നിശബ്ദതയുടെ അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയുടെ സാധ്യത മറഞ്ഞുകിടക്കുന്നുണ്ട്. വെടിനിർത്തൽ അവസാനിക്കുന്ന നിമിഷം അത് വീണ്ടും ആക്രമണങ്ങൾക്ക് വാതിൽ തുറക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായത്. അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. യൂറോപ്പും ചൈനയും ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടെ നിരവധി ശക്തികൾ ഈ സംഘർഷത്തിന്റെ ഫലത്തെ ആശ്രയിച്ചാണ് തങ്ങളുടെ നീക്കങ്ങൾ ഇനി ക്രമീകരിക്കേണ്ടത്. എണ്ണവില മുതൽ ആഗോള വ്യാപാരം വരെ ഈ സംഘർഷത്തിന്റെ പ്രതിഫലനം ലോകത്തിന്റെ ഓരോ കോണിലും അനുഭവപ്പെടും. ഇതൊരു ഡിപ്ലോമാറ്റിക് പരാജയത്തിന്റെ കഥയാണോ, അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമോ? ചോദ്യങ്ങൾ അനവധിയാണ്, ഉത്തരങ്ങൾ അനിശ്ചിതത്വത്തിലുമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇനി രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ലോക രാഷ്ട്രീയത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു നിർണായക ഘട്ടമാണിത്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ഒരേ ഒരു ചോദ്യവുമായി കാത്തിരിക്കുന്നു. വെടിനിർത്തൽ അവസാനിച്ചാൽ അടുത്തത് സമാധാനമോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പുതിയ അധ്യായമോ?